ഒരു ഇടവേളയ്ക്ക് ശേഷം അങ്ങനെ വീണ്ടും വിയറ്റ്നാമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്തവണയും ഞാനും എൻ്റെ സുഹൃത്ത് ബോബനും കൂടിയാണ് വന്നിട്ടുള്ളത്. ഒഫീഷ്യൽ വിസിറ്റാണ്. പക്ഷേ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് കുറച്ച് സമയം നന്നായിട്ട് വിശ്രമിക്കണം എന്നാണ് ആദ്യം കരുതിയിരുന്നത്. പക്ഷേ റൂമിൽ കൊണ്ടുവന്ന ബാഗൊക്കെ എടുത്ത് വെച്ചപ്പോഴേക്കും എനിക്ക് പുറത്തിറങ്ങി നടക്കാനാണ് തോന്നിയത്. അങ്ങനെ നേരെ പുറത്തു പോയി ബെങ്താങ് മാർക്കറ്റിൽ പോയി വിയറ്റ്നാമീസ് സ്പെഷ്യൽ കോൾഡ് കോഫി കുടിച്ചു. അവിടുന്ന് പുറത്തിറങ്ങി സ്ട്രീറ്റിലൂടെയൊക്കെ ഒന്ന് നടന്നപ്പോഴേക്കും ഞാൻ ടയർഡായി. നല്ല വിശപ്പും തുടങ്ങി. ബോബനാണെങ്കിൽ റൂമിൽ നല്ല ഉറക്കം. കഴിക്കാൻ വരുന്നില്ല എന്നും കൂടി പറഞ്ഞതുകൊണ്ട് ഞാൻ നേരെ സൈഗോൺ ചില്ലിലേക്ക് നടന്നു. ഇവിടെ സൈഗോൺ സിറ്റിയിൽ അത്യാവശ്യം നല്ല ഫുഡൊക്കെ കിട്ടുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് സൈഗോൺ ചിൽ. പിന്നെ വെജിറ്റേറിയൻ ഫുഡ് കിട്ടും, അഫോർഡബിൾ പ്രൈസാണ്. മുമ്പ് പലതവണ കഴിച്ചിട്ടുള്ളതുകൊണ്ട് ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഞാനെപ്പോഴും സൈഗോൺ ചിൽ പ്രിഫർ ചെയ്യുന്നത്. അവിടെ എത്തിയപ്പോഴേക്കും അത്യാവശ്യം സ്റ്റാളുകളൊക്കെ നല്ല ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. നമ്മളെപ്പോഴും കഴിക്കുന്ന കൗണ്ടറിലേക്ക് ചെന്നു. മെനു ഒക്കെ നോക്കിയിട്ട് നമ്പർ 12, അതായത് വെജിറ്റബിൾ നൂഡിൽസാണ് കേട്ടോ, അത് ഓർഡർ ചെയ്തു. ടോക്കണൊക്കെ എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ നല്ലൊരു സീറ്റൊക്കെ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഒരുപാട് ഫോറിനേഴ്സൊക്കെ വന്ന് ഫുഡ് കഴിക്കുന്ന ഒരു ഫുഡ് കോർട്ടാണിത്. കുറച്ച് സമയം ഇരുന്നപ്പോഴേക്കും നമ്മളുടെ ടോക്കൺ റിങ് ചെയ്തു. അതും എടുത്ത് കൗണ്ടറിൽ ചെന്നപ്പോഴേക്കും അവിടെ ട്രേയിൽ നമ്മൾ ഫുഡൊക്കെ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ടൗണിലേക്കൊക്കെ ഇറങ്ങുക എന്നുള്ളതാണ് ഉദ്ദേശ്യം. വേറൊന്നും കൊണ്ടല്ല, നാളെ മുതൽ ഇപ്പോൾ ജോലിയൊക്കെ ആയതുകൊണ്ട് തിരക്കായിരിക്കും, പുറത്തേക്കുള്ള കറക്കമൊക്കെ കുറവായിരിക്കും. മാത്രമല്ല ഈവനിങ് ഒക്കെ ആണെങ്കിലും ചിലപ്പോൾ ഡിന്നർ മീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഫ്രീ ആവാൻ ഒരുപാട് ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് കിട്ടിയ സമയം മാക്സിമം കറങ്ങി നടക്കാം എന്നുള്ളൊരു പ്ലാനാണ്. ഇവിടെ നിന്ന് ഇതുവരെ കഴിച്ചിട്ടുള്ള എല്ലാ ഫുഡും അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഇന്നും നല്ല ടേസ്റ്റി ഫുഡാണ്. അപ്പം ആദ്യം വിശപ്പ് മാറ്റുക എന്നുള്ളതാണ്, ബാക്കിയൊക്കെ അത് കഴിഞ്ഞിട്ട്.